വെൽക്കം ബാക്ക് ടു വിനാസ് ലേണിംഗ് ക്ലാസ്. 9ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അല്ലേ. നമ്മൾ പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ നോട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഒരു 10 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് ഓണപ്പരീക്ഷയാണേ കുഞ്ഞുങ്ങളെ എല്ലാം ഒന്ന് ഓടിച്ചിട്ട് നോക്കിക്കോണേ. അപ്പോൾ അതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കി ഒരു 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ഡു വി സി ആൻ ഒബ്ജക്റ്റ്. നാം ഒരു വസ്തുവിനെ കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി സി ആൻ ഒബ്ജക്റ്റ് വെൻ ദ ലൈറ്റ് ഫാളിങ് ഓൺ ദ ഒബ്ജക്റ്റ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് ആൻഡ് ഫാൾസ് ഓൺ അവർ ഐസ്. ഒരു വസ്തുവിൽ വീഴുന്ന പ്രകാശം, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ നോക്കുകയാണെങ്കിൽ ആദ്യമേ ആ വസ്തുവിൽ പ്രകാശം വീഴണം കേട്ടോ. ഒരു വസ്തുവിൽ വീഴുന്ന പ്രകാശം അത് പ്രതിഫലിച്ച് നമ്മുടെ കണ്ണുകളിൽ പതിക്കുമ്പോഴാണ് നമ്മളൊരു വസ്തുവിനെ കാണുന്നത് കേട്ടോ. ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. വി സി ആൻ ഒബ്ജക്റ്റ് വെൻ ദ ലൈറ്റ് ഫാളിങ് ഓൺ ദ ഒബ്ജക്റ്റ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് ആൻഡ് ഫാൾസ് ഓൺ അവർ ഐസ്. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. നമ്മളൊരു വസ്തുവിനെ ഇപ്പം ഈ പേപ്പർ നിങ്ങൾ കാണുന്നില്ലേ, ഇതിപ്പോൾ ഇവിടെ ഇത്രയുടെ ഇരുട്ടാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. അപ്പം ഈ വസ്തുവിൽ എന്ത് ചെയ്യണം? പ്രകാശം അടിക്കണം. മനസ്സിലായോ? ഒരു വസ്തുവിൽ ഈ പേപ്പറിൽ വീഴുന്ന പ്രകാശം അത് പ്രതിഫലിച്ച് നമ്മുടെ കണ്ണുകളിൽ പതിക്കുമ്പോഴാണ് നമ്മൾ ആ വസ്തുവിനെ കാണുന്നത് കേട്ടോ. ഒരു മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അതുപോലെ തന്നെ വെൻ ലൈറ്റ് travel through a single medium the path of light will be when light travels through a single medium the path of light will be പ്രകാശം ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ പേപ്പറോ എന്തോ ആയിക്കോട്ടെ ഒരു വസ്തുവിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ പാത എപ്പോഴും എങ്ങനെയായിരിക്കും? നേരെ. പ്രകാശം നമ്മളൊരു ടോർച്ച് അടിക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ കുഞ്ഞില്ല, ആ പ്രകാശം എങ്ങനെയാ? ഞാൻ അവിടെ ചെന്ന് നോക്കിയിട്ട് അപ്പുറത്തോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞാണോ? അല്ല, സ്ട്രെയിറ്റ് ആയിരിക്കും അല്ലേ. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതൊക്കെ ഒരു മാർക്കിൻ്റെ ചോദ്യത്തിലെല്ലാം 1 വേഡ് ക്വസ്റ്റ്യൻ ആണ്. മേടി എഴുതി വെച്ചിട്ടുണ്ട് 1 മാർക്ക് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പം മൂന്നാമത്തത് എന്താണ് ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? പ്രകാശത്തിൻ്റെ സാന്ദ്രത. ഡെൻസിറ്റി എന്ന് വെച്ചാൽ സാന്ദ്രത. എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ അല്ലെ പ്രകാശിക സാന്ദ്രത എന്നാൽ എന്താണ്? The ability of a medium to influence the speed of light through the medium is its optical density. ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗത്തെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിൻ്റെ കഴിവിനെയാണ് ആ മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത്. എന്താ കുഞ്ഞുങ്ങളെ? ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗത അതിനെ വേഗത്തെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിൻ്റെ കഴിവിനെയാണ് ആ മാധ്യമത്തിൻ്റെ പ്രകാശികത എന്ന് പറയുന്നത്. ഒരു മാർക്കിൻ്റെ ആയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി. ഇംഗ്ലീഷ് മലയാളം ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാൽ എന്താണ്? എന്താ കുഞ്ഞുങ്ങളെ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഈ ഇത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇത് ചിലപ്പോൾ തിരിച്ചോ മറിച്ചോ ഒക്കെ ഇട്ട് ചോദിക്കും. വായുവിൻ്റെ പ്രകാശവേഗം ഓർത്ത് വെച്ചോടെ കുഞ്ഞുങ്ങളെ. നമ്മുടെ കണക്ക് ചെയ്യാൻ എന്തായാലും ഫിസിക്സ് ആകുമ്പോൾ കണക്ക് ചെയ്യാൻ കാണും. അപ്പോൾ അതിനകത്തിൽ നിങ്ങൾക്ക് ഓണപ്പരീക്ഷയ്ക്ക് എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പാണേ. അപ്പം ഇത് ഒരു 3-4 ഉള്ളു കണക്ക്. അപ്പം എയറിൻ്റെ എത്ര പ്രകാശവേഗം കേട്ടോ. എയറിൻ്റെ പ്രകാശവേഗം എപ്പോഴും പഠിച്ചു വെച്ചേക്കണം. 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അതുപോലെ വാട്ടർ വെള്ളത്തിൻ്റെ 2.25 × 10⁸ ആണ്. ആ ഒരു ക്ലൂ പഠിച്ചു വെച്ചേക്കണേ. എല്ലാം എന്താണ്? 10⁸ എന്ന് വെച്ചാൽ 10ൻ്റെ മുകളിൽ 8 എന്ന് കേട്ടോ. പിന്നെ ജലമാണെങ്കിൽ 2.25, ഗ്ലാസ് ആണെങ്കിൽ 2 ആണ് കേട്ടോ. ഇതൊക്കെ കണക്കി ചോദിക്കുന്നതാണ്. 2 ആണ്. വജ്രം ഉണ്ടല്ലോ നിങ്ങൾ, ഡയമണ്ട്, അതിന് 1.25 ഇത് ഉറപ്പായിട്ട് ഈ 4 നിങ്ങൾ വാരി വലിച്ച് അത് ഇതെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്നത്. ഇത് 4 നല്ലതുപോലെ പഠിക്കണം കേട്ടോ. നല്ലപോലെ പഠിക്കണേ. അതുപോലെ തന്നെ പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാൽ എന്താണ്? അതിൻ്റെ കണക്കുണ്ട്. ഉറപ്പായിട്ടും ചോദിക്കും അതിൻ്റെ കണക്ക്. അതായത് അപവർത്തനാങ്കം എന്നാൽ എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം is the ratio of the speed of light in vacuum എന്നാണ് കേട്ടോ. VACUUM ആട്ടോ. വാക്വം എന്ന് വെച്ചാൽ എന്താ? വാക്വം എന്ന് വെച്ചാൽ എന്താ? ശൂന്യതയിലൂടെ കേട്ടോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഈസ് ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഇൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. അതായത് ഈ ഇക്വേഷൻ പഠിക്കണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കണ. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം നമ്മൾ സി എന്ന അക്ഷരം കൊണ്ടാണ്. സ്പീഡ് ആയതുകൊണ്ട് എസ് ആണെന്ന് വിചാരിക്കല്ലേ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വത്തിന് സി എന്നും ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയത്തിനെ നമ്മൾ വി എന്നും കൊടുക്കും. അപ്പോൾ നോക്കണേ കുഞ്ഞുങ്ങളെ. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വത്തിന് നമ്മൾ സി എന്ന അക്ഷരമാണ്. ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയത്തിനെ വി എന്ന അക്ഷരം കൊണ്ടുമാണ് കേട്ടോ. വാക്വവും മീഡിയവും. അപ്പോൾ നമ്മളതിനെ RI ഞാൻ ചുരുക്കി എഴുതുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പം N എന്ന് വെച്ചാൽ എന്താണ്?
എന്നാണ് കേട്ടോ. ഏതാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് നമ്മൾ എൻ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. സി എന്നാൽ സ്പീഡിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഏതിൻ്റെയാ? ശൂന്യതയിലൂടെയുള്ള സ്പീഡ്, വായു കേട്ടോ, വാക്വം. അതുപോലെ തന്നെ വി എന്നാൽ മീഡിയം, അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. അപ്പോൾ അതായത് മലയാളത്താട്ട ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിനെ സി എന്നും മാധ്യമത്തിലൂടെയുള്ള പ്രകാശത്തിനെ വി എന്നും, അതായത് ഇക്വേഷൻ ഓർത്തോണം, N=C/V ആണ്. നമ്മൾ മുമ്പ് പറഞ്ഞതാണ് അതും ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് എഴുതിയെടുത്തോണേ, 4 എണ്ണമായി. ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കിയാണ് ഞാൻ എഴുതിയേക്കുന്നത്. അതിൻ്റെ മലയാളം നോക്കിയോ നിങ്ങളെ. മലയാളം: പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗവും ഒരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കം. മലയാളമാണേ. അപവർത്തനാങ്കം എന്നാൽ എന്താ? പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗവും ഒരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ആ മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കം. അപവർത്തനാങ്കത്തിന് നമ്മൾ എന്താ സ്മാൾ ലെറ്റർ N ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ് അതിൻ്റെ നമ്മൾ എങ്ങനെ എഴുതും? എങ്ങനെയാ? സി എന്നത് ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗമാണ്. വി എന്ന് പറയുന്നത് മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗമാണ്. പഠിച്ചോണേ. അതുപോലെ ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗം നമ്മൾ സി എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. സി എന്താ? സി ശൂന്യത, വാക്വം അല്ലേ? ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വത്തിൻ്റെ ഒരു മാർക്കിന് നമ്മളോട് ചോദിക്കാം കുഞ്ഞുങ്ങളെ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എത്രയാണ്? ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗം 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നോക്കി ഈ ചാപ്റ്ററിലെയാണ് 10 എണ്ണം എഴുതിയേക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് വെച്ചൊക്കെ ഇതറിയാമെങ്കിലേ നമുക്ക് ഈ കണക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ഹൗ ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് റിലേറ്റഡ് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതായത് ഈ പ്രകാശത്തിൻ്റെ വേഗം അപവർത്തനാങ്കവുമായിട്ട് എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. എന്താ നിങ്ങളെ? പ്രകാശത്തിൻ്റെ വേഗം അപവർത്തനാങ്കവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൗ ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് റിലേറ്റഡ് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ലെസ് ഇൻ എ മീഡിയം ഓഫ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതുപോലെ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് മോർ ഇൻ എ മീഡിയം ഓഫ് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതായത് അപവർത്തനാങ്കം കൂടുതലുള്ള മാധ്യമത്തിൽ പ്രകാശവേഗം കുറവായിരിക്കും കേട്ടോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ അപവർത്തനാങ്കം കൂടുതലുള്ള മാധ്യമത്തിൽ പ്രകാശവേഗം കുറവായിരിക്കും. അപവർത്തനാങ്കം കുറവുള്ള മാധ്യമത്തിൽ പ്രകാശവേഗം കൂടുതലും ആയിരിക്കും. അത് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതാണ് എഴുതിയത്. ഓക്കെ ആണോ? 6 എണ്ണം ഓക്കെ ആണോ? അടുത്ത 7ാമത്തെ ചോദ്യം, റൈറ്റ് ആപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ട് കേട്ടോ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് പ്രതിപതനം. പൂർണ്ണാന്തര പ്രതിപതനം പ്രയോജനപ്പെടുത്തുന്ന ഏതാനും സന്ദർഭങ്ങൾ ഏതൊക്കെയാവുന്നില്ല? റിഫ്ലക്ടറുകൾ, പെരിസ്കോപ്പ്, ഒപ്റ്റിക്കൽ ഫൈബറിലും എൻഡോസ്കോപ്പി, ഇതിലൊക്കെ എന്താണ് പൂർണ്ണാന്തര പ്രതിപതനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതിൽ 2-3 എണ്ണത്തിൻ്റെ പേരൊന്ന് പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. 7 എണ്ണം. അപ്പം നമ്മൾ ടെസ്റ്റ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഞാൻ ടെസ്റ്റ് ഇത് പഠിച്ച് വെച്ചേക്കണം, ഉറപ്പാണ്. പിന്നെ ഈ പടത്തിനെ കുറിച്ച് നല്ലതുപോലെ അറിഞ്ഞിരിക്കണം കേട്ടോ. അതായത് വായു ജലത്തിൽ ജലവും ഗ്ലാസും, വായു ജലം, വായു ഗ്ലാസ്, ജലം ജലം, വായു ഗ്ലാസ്സിലൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് നല്ലപോലെ നോക്കണം കേട്ടോ. അതൊന്ന് പഠിച്ച് വെച്ചേക്കണേ. കാരണം ഈ ചാപ്റ്ററിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതാ കേട്ടോ. പിന്നെ ഈ പറയുന്നത് പോലെ ഇവിടെ കണ്ടോ ഇത് എങ്ങോട്ടാണ് പോയ? താപ്പോട്ട് കണ്ടോ. ഇത് 90 ഇങ്ങോട്ട് കണ്ടോ. ഇതൊക്കെ കണ്ടോ. ഇതെല്ലാം ഒന്ന് പഠിച്ച് വെച്ചേക്കണം, ഇതെങ്ങനെയാണ് വന്നത് എന്നൊക്കെ. പിന്നെ നമ്മൾ റിഫ്ലക്ടറുകളെ കുറിച്ചും പെരിസ്കോപ്പുകളെ കുറിച്ചും ഒക്കെ ഇത് ഓൾറെഡി തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. ഒപ്റ്റിക്കൽ ഫൈബർ ഉണ്ടല്ലോ, നമ്മുടെ ഫൈബറിനെ കുറിച്ചും ഇതിനകത്ത് തന്നെ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങളതൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഈ 7 എണ്ണം പറഞ്ഞതിൽ ഞാനൊരു കണക്ക് ഫിസിക്സ് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ ഓർത്തോണം കണക്കാ കേട്ടോ. കണക്കാ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. മുമ്പ് നമ്മൾ പറഞ്ഞതാണ് സ്പീഡ് ഓഫ് ലൈറ്റ് അല്ലേ, എത്ര വരുന്നത് അവർ ഓൾറെഡി നമ്മൾ കണ്ടുപിടിക്കേണ്ട, നമുക്ക് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്?
വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് എന്ന്. ഗ്ലാസിൻ്റെ ഇവിടെ തന്നിട്ടുണ്ട് എത്ര, 1.5 തന്നിട്ടുണ്ട്. അതായത് വായുവിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗം 3 × 10⁸ m/s ആണ്. അങ്ങനെയാണെങ്കിൽ ഗ്ലാസ്സിലൂടെയുള്ള പ്രകാശവേഗം എത്രയായിരിക്കുമെന്ന്. അപ്പം നമ്മൾ ഓർത്തോളം ഞാനിവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. നമ്മൾ മുമ്പ് പഠിച്ചാണല്ലോ. അതായത് അപവർത്തനാങ്കം കാണണമെന്നുണ്ടെങ്കിൽ പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗം ബൈ പ്രകാശത്തിൻ്റെ മാധ്യമത്തിലെ വേഗമാണ്. പഠിച്ചു വെച്ചേക്കണേ. ഞാൻ മുമ്പത്ത് ഒത്തിരിയും വട്ടം പറഞ്ഞു, അത് പഠിച്ചു വെച്ചേക്കണം. അതായത് അതിൻ്റെ ഇക്വേഷൻ n = n എന്ന് വെച്ചാൽ എന്താ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. c എന്ന് വെച്ചാൽ എന്താ, സ്പീഡ് ഓഫ് വാക്വം ശൂന്യതയിലുള്ളതാട്ടോ. v എന്ന് വെച്ചാലോ പ്രകാശത്തിൻ്റെ ഒരു പ്രകാശത്തിൻ്റെ മാധ്യമത്തിലെ വേഗമാണ്. അപ്പം നമുക്ക് എന്തോ തന്നിട്ടുണ്ട് ഇവിടെ, നമുക്ക് എന്തോ തന്നിട്ടുണ്ടോ ഇല്ല, ഇവിടെ ആദ്യമേ തന്നിട്ടുണ്ട് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ അല്ലേ, വാക്വം തന്നിട്ടുണ്ട്. അപ്പം c തന്നിട്ടുണ്ട്. പിന്നെ n തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി നമുക്ക് ഗ്ലാസിൻ്റെ തന്നിട്ടുണ്ട് 1.5 അല്ലേ. ഗ്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് തന്നിട്ടുണ്ട്. അതായത് അപവർത്തനാങ്കവും തന്നിട്ടുണ്ട്. അപവർത്തനാങ്കവും തന്നിട്ടുണ്ട്, സിയും തന്നിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, വി അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അതായത് പ്രകാശത്തിൻ്റെ മാധ്യമത്തിലെ വേഗം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പഠിച്ചു വെച്ചേക്കണേ. തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാം. ഇങ്ങനെ തന്നെ ഓർഡറിൽ ഇങ്ങനെ തന്നെ ചോദിക്കണമെന്നൊന്നുമില്ല, തിരിച്ചും ചോദിക്കാം കേട്ടോ. അത് പഠിച്ചു വെച്ചേക്കണം. അതായത് n എന്താണ്, സി എന്താണ്, വി എന്താണെന്ന് ആദ്യമേ പഠിച്ചു വെച്ചേക്കണം കേട്ടോ കുഞ്ഞുങ്ങളെ. അതായത് ഇതാണ്ട് ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് വേണം എഴുതാൻ. അപ്പം ഇവിടെ എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ടെന്ന് നോക്കിയിട്ട് വേണം ഇക്വേഷൻ എഴുതാൻ. ഇനി ഇങ്ങനെയാ തന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സിയും എന്നും ആണ് തന്നിട്ടുള്ളത്. സി എവിടെ കിടക്കുക, എൻ എവിടെ കിടക്കുക, അതുകൊണ്ട് വി ഇല്ല. അപ്പം നമ്മൾ വി കണ്ടുപിടിക്കണമെങ്കിൽ c/n വെച്ച് ചെയ്താൽ മതി കേട്ടോ. കാരണം തന്നിരിക്കുന്ന ഏതാ, സിയും തന്നിട്ടുണ്ട്, എന്നും തന്നിട്ടുണ്ട്. സി എന്ന് വെച്ചാൽ 3 × 10⁸ m/s ആണ്. നമുക്ക് തന്നിരിക്കുന്നത് n ആണ്. എന്ന് വെച്ചാൽ അപവർത്തനാങ്കം തന്നേക്കുവാണ് 1.5. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ 10⁸ m/s എപ്പോൾ കണ്ടാലും അതിനെ അങ്ങ് മാറ്റി വെച്ചേക്കണം. അത് കണക്കിനകത്ത് എടുത്തിട്ട് ചെയ്യരുത്, ഡൗട്ട് വരും. അതുകൊണ്ട് 10⁸ m/s എവിടെ കണ്ടാലും അതിനെ അങ്ങ് മാറ്റി വെക്കുക, ബാക്കിയുള്ളതിനെ ചെയ്യുക. അതായത് 3 ÷ 1.5. 1.5 എന്ന് വെച്ചാൽ 1.5 അല്ലേ കുഞ്ഞുങ്ങളെ. 1.5 എന്ന് വെച്ചാൽ 1.5. 3നെ 1.5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ, അതായത് 1.5 2 1.5 ചേരുന്നതല്ലേ 3. മനസ്സിലാവുന്നുണ്ടോ? 1.5 + 1.5 അല്ലേ 3 അല്ലേ. 1.5 1.5 3 അപ്പം എത്ര 1.5 ചേരുന്നതാ, 3. 2 1.5 ചേരുന്നതാണ് 3. പിന്നെ നമ്മൾ ആ 10⁸ ഇങ്ങനെ എടുത്തുകൊണ്ട് വരിക m/s. ഇത് ചാടിക്കയറി ചെയ്ത് വെക്കാൻ നമ്മളെപ്പോഴും എന്താ ഇതിനെ ഇട്ട് ചെയ്യാൻ നോക്കും. 10⁸ ഇട്ട് ചെയ്യാൻ നോക്കും. അതൊന്നും വേണ്ട, അത് അതുപോലെ അങ്ങ് എഴുതി വെക്കുക. ബാക്കിയുള്ളതിനെ, അതായത് ഡിവൈഡ് ചെയ്യാനുള്ളതാണോ ഇൻറ്റു ചെയ്യാനുള്ളതാണോ നോക്കിയിട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ചാടിക്കയറി എഴുതി വെക്കല്ലേ. അതുപോലെ യൂണിറ്റ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണെന്ന് നമ്മളോട് ചോദിക്കും. ഒരു അപവർത്തനാങ്കത്തിൻ്റെ യൂണിറ്റ് എത്രയാണ്. അപവർത്തനാങ്കത്തിന് യൂണിറ്റ് ഒന്നും ഇല്ല കേട്ടോ. നോ യൂണിറ്റ് കേട്ടോ. അതുപോലെ വാട്ട് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ. ഒരു വായുവിൻ്റെ അപവർത്തനാങ്കം എത്രയാണെന്ന് ചോദിക്കും. വായുവിൻ്റെ എയറിന് എപ്പോഴും 1 ആണ്. ഗ്ലാസ്സിനോ 1.5 ആണ് കേട്ടോ. അതൊക്കെ നമ്മളിപ്പോൾ മുമ്പ് പടത്തിൽ ഞാൻ കാണിച്ചായിരുന്നു. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ്. ഇതൊക്കെ നമ്മുടെ കണക്കിലുള്ളതാണ്. ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോൺ എപ്പോഴും എത്ര, 42 ഡിഗ്രി ആണ്. ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കുന്നതുകൊണ്ടാണ് 1 മാർക്കിനകത്ത് ഇതെല്ലാം ഞാൻ ആഡ് ചെയ്തത്. ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ചാനലിലുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. അപ്പം ഇത് 1 വേർഡ് ആണ് കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പോൾ ഇത്രയും ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം 1 മാർക്കിൻ്റെ അടുത്ത ആഴ്ച എക്സാം അല്ലേ, ഓണപരീക്ഷയാണ്. ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസർ കാണും. വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കാം. നമുക്കിനി രണ്ടാമത്തെ പാഠത്തിൻ്റെ 1 മാർക്കിൻ്റെ തയ്യാറാക്കിയിട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.